ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ 1 കിലോ ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള 2 ഉരുളക്കിഴങ്ങും 1 ഉള്ളിയും 1 തക്കാളിയും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മല്ലിയിലയും ജിഞ്ചർ ഗാർലിക്ക് നല്ലോണം ഒന്ന് ചതച്ചതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഈ കുക്കറിലേക്കായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മൾ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക്കും നല്ലോണം ചതച്ച് വെച്ചിന് അതും കൂടെ ആഡ് ചെയ്യുക. പിന്നെ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളുടെ 1 കിലോ ചിക്കൻ ഉണ്ടേന് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇതിലേക്കായിട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് നമ്മളുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബോച്ചേൻ്റെ ചിക്കൻ മസാലയാണ്. പിന്നെ പറയാനാണെങ്കിൽ ഗരം മസാല 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളുടെ തക്കാളിയും അതുപോലെ ഉരുളക്കിഴങ്ങുണ്ടേന് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കായിട്ട് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷമായിട്ട് നമ്മൾ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ 1/4 കപ്പ് തേങ്ങാ കൊത്തും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ നമ്മുടെ ചിക്കനെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ വറുക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ നേരത്തെ 2 പച്ചമുളകൊക്കെ യൂസ് ആക്കിയാണ്, അതുകൊണ്ട് 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, പിന്നെ ചെറിയ 2 കഷ്ണം പട്ട, പിന്നെ ഒരു 6-7 കുരുമുളകും, പിന്നെ 5 ചെറിയ ഉള്ളിയും, പിന്നെ വെളുത്തുള്ളി 4 അല്ലി, കറിവേപ്പില, പെരുംജീരകം 1 ഇത്തിരി. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് തേങ്ങ വറക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തേങ്ങ വറക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ചീനച്ചട്ടിയിലാണ് ഇതിനൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയിൽ നമ്മൾ തേങ്ങ നല്ല ഉഷാറായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വറുത്തെടുത്ത തേങ്ങനെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് നമ്മളുടെ വറുത്തെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വറുത്തരച്ച തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വറുത്തരച്ച തേങ്ങേനെ നേരെ നമ്മളെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 2 വിസിലിനൊക്കെ വെന്ത് റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ടൈമിലാണ് നമ്മളുടെ വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇത്ര പണിയുള്ളൂ, നമ്മളുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ അതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും വേണമെങ്കിൽ മല്ലിയിലേക്കൊന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ കറി വീട്ടിലുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കുക. ചിക്കൻ കറി വീട്ടിലെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും എനിക്കറിയാം, എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഫോർമാലിറ്റിക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ അഭിരാമി ആൻഡ് ബൈ ഫ്രം അബീസ് കുക്ക്.